ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം. അർജുന്റെ പേരിൽ മനാഫ് ഫണ്ട് ശേഖരണം നടത്തുന്നു. അങ്ങനെ ഒരു പണവും കുടുംബത്തിന് ആവശ്യമില്ലെന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും സഹോദരി ഭർത്താവ് ജിതനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളുടെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീട് അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തരുത്, കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തരുത്. അത് തന്നെ പറയാനുള്ളൂ. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. ഇപ്പം അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മനാഫ് വൈകാരികത മുതലെടുത്തില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അർജുൻ 75,000 രൂപ ശമ്പളമുണ്ടായിരുന്നു എന്നത് അടിസ്ഥാനരഹിതമാണ്. വ്യാജ പ്രചാരണങ്ങൾ കാരണം കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്ന് കുടുംബം ആരോപിച്ചു. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ആ കാര്യം അറിയാം. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളുടെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീട് അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തരുത്, കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തരുത്. അത് തന്നെ പറയാനുള്ളൂ. സ്വന്തം യൂട്യൂബ് ചാനലിൽ കാഴ്ചക്കാരെ കൂട്ടാൻ മനാഫും ഈശ്വർ മാൽപ്പയും ചേർന്ന് നാടകം കളിച്ചെന്നും കുടുംബം ആരോപിച്ചു. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച മനാഫ് അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പ്രതികരിച്ചു. അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളി. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണേ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ? അതിനിടെ അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെച്ച് ഉത്തരകന്നഡ SP M നാരായണ രംഗത്തെത്തി. സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തിയതിന് മനാഫിനും ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തു. തുടക്കം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാനാണ് മനാഫ് ശ്രമിച്ചതെന്ന് SP 24-നോട് പറഞ്ഞു. Day of Munaf is misinformation, guys. They got the lorry. They never come directly to the SP. They never inform. And so this Ranjit and Munaf and other fellows came directly, and they want to do the operation in that mud side only. They never allow us to do that. That first day, if you done the same time, Arjun body may be lifted on the same day. So they want to delay the process and blame the government always. They want to get the credit for searching the lorry, lifting the lorry, and they have to blame the government, both governments.
ഞങ്ങളുടെ പ്രതിനിധികൾ ഷഹദ് റഹ്മാനും അഭിജിത്ത് മുഴക്കുന്നും വിശദാംശങ്ങളുമായി ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, ഇന്നിപ്പോൾ നമ്മളൊക്കെ കരുതിയത് നന്ദി പറയാനാണ് അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാം ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് മനാഫിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ഈശ്വർ മാൽപ്പയ്ക്കും വിമർശനമുണ്ടായിരുന്നു. ഈ കുടുംബം ഉന്നയിക്കാൻ ശ്രമിച്ചത് എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു നന്ദി പറച്ചിലിനാണ് ഇവർ മാധ്യമപ്രവർത്തകരെ കാണുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞത്. കാരണം പ്രധാനമായിട്ടും ഈ കുടുംബം പറയാൻ ശ്രമിച്ചത് ഈ സംഭവം, അതായത് ഈ അർജുനായിട്ടുള്ള തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പലതും കണ്ണടച്ചു വിട്ടു. കാരണം അവരുടെ ലക്ഷ്യം അർജുനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു ഏകോപനം അല്ലെങ്കിൽ എല്ലാവരുടെയും സഹായം അത് എല്ലാ ഘട്ടങ്ങളിലും ലഭിച്ചിട്ടുമുണ്ട്. അതായത് മനാഫും പല ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ആത്മാർത്ഥമായി തന്നെയാണ് ആ കുടുംബത്തെ സഹായിച്ചത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ അർജുനായിട്ടുള്ള തിരച്ചിൽ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴാണ് ഈ മനാഫും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും പിന്നീട് അവരുടെ കോൺസെൻട്രേഷൻ മൊത്തം അത്തരം ഈ യൂട്യൂബ് ചാനലിലെ വ്യൂവേഴ്സിലേക്കും അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലെ എണ്ണം കൂട്ടാനുള്ള പരിപാടികളിലേക്കും മാറിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഈ കുടുംബം പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ മെല്ലപ്പോക്കാകാനുള്ള ഒരു കാരണം ഈ മനാഫാണ് എന്നുള്ള, അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ ഡ്രഡ്ജർ ഉൾപ്പെടെ കൊണ്ടുവരുന്നതും അത്തരം കാര്യങ്ങളൊക്കെ അവർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫണ്ട് പിരിവ് നടത്തുന്ന അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് മനാഫിന് അർജുന്റെ പേരിൽ പണം വരുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക്, അതായത് കുടുംബത്തിന് അത്തരത്തിൽ പണത്തിന്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിലില്ല. സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഇതിന് മനാഫിന്റെ മറുപടി എന്താണ്? അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഫണ്ട് പിരിവ് കൂടാതെ PR വർക്ക് നടത്തുന്നു, ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കുടുംബം. അതിന് മനാഫിന്റെ മറുപടി? അനുജ, ഈ ആരോപണങ്ങളൊക്കെ തന്നെ മനാഫ് നിഷേധിക്കുമ്പോഴും ചില ചോദ്യങ്ങളിൽ മനാഫ് പ്രതിരോധത്തിലാകുന്നു എന്ന് പറയാതെ വയ്യ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്തിനാണ് മനാഫ് ഇത്തരത്തിലുള്ളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വൈകാരികതയെ മുതലെടുക്കുന്നത് എന്നുള്ള ചോദ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന് മനാഫ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: താൻ ഈ ഒരു ദൗത്യം, ശിരൂർ ദൗത്യം തുടങ്ങിയ വേളയിൽ അതിൽ തൻ്റെ ചില കാര്യങ്ങൾ ഈ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് അർജുനെ കണ്ടെത്തുന്നത് വരെ തുടരണം എന്നുള്ളതായിരുന്നു തൻ്റെ ഒരു ലക്ഷ്യം, തൻ്റെ ഒരു ഉദ്ദേശ്യം. പക്ഷേ നിലവിൽ താൻ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനാഫിന്റെ പ്രഖ്യാപനം. അതായത് കുടുംബം ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ താൻ എന്തിനാണ് അങ്ങനെ യൂട്യൂബ് ചാനൽ ഇനി നിർത്തുന്നത്, താൻ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകും, തന്നെ തടയാൻ ആർക്കും സാധിക്കില്ല ഈ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് എന്നുള്ളൊരു മറുപടിയാണ് മനാഫ് നൽകുന്നത്. ഒപ്പം തന്നെ ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് മനാഫ് പറയുന്നത് താൻ ആ രീതിയിലുള്ള ഒരു ഫണ്ട് പിരിച്ചിട്ടില്ല, അങ്ങനെ തെളിയിച്ചാൽ തന്നെ പൊതുജന മധ്യത്തിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോട്ടെ, കൂടാതെ ഈ വൈകാരികതയെ താൻ മുതലെടുത്തിട്ടില്ല, കുടുംബത്തിന്റെ പേരിൽ കുടുംബത്തിനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അതിനാലാണ് ഈ രീതിയിലുള്ള കളവ് കുടുംബം പറയുന്നത് എന്ന് തന്നെ മനാഫ് പറയുകയാണ്. കൂടാതെ ഈ ആക്ഷൻ കമ്മിറ്റിയുമായുള്ള കാര്യങ്ങളും മനാഫ് അത്തരത്തിൽ ഉയർന്ന ആരോപണങ്ങളെയും മനാഫ് പ്രതിരോധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അത് സുഗമമായി നടന്നു പോകുന്നതിനാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ശരി, ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നാണ് മനാഫ് പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.